ഒരുപാട് പുതുമകൾ നിറഞ്ഞ മേഖലകളിലേക്കാണ് നമ്മളുടെ ശ്രമങ്ങൾ തുടങ്ങുക അല്ലെങ്കിൽ ആരംഭിച്ചു വരിക. മാത്രമല്ല അത്തരം ശ്രമങ്ങളിൽ വിജയം കൈവരിക്കുക എന്നുള്ളത് വളരെ മലയാളിക്ക് ഒരുപക്ഷെ മലയാളിയുടെ മാത്രം കുത്തകയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതങ്ങൾ പലപ്പോഴും നമുക്ക് ഇത്തരം പുതുമകൾ നിറഞ്ഞ അതിഥികളെയാണ് സമ്മാനിക്കാറ്. ഇന്നും അതെ, ശ്രീ സഞ്ജിത്ത് ഓക്കെയാണ് സുപ്രഭാതത്തിലെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. സഞ്ജിത്തിന്റെ മേഖലകൾ വളരെ വൈവിധ്യം നിറഞ്ഞതാണ്. IT ഉണ്ട്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഹോട്ടൽ റിസോർട്ട്സ് മേഖലയുണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. ഇതിനൊക്കെ പുറമെ സോഫ്റ്റ്വെയറിനെ കുറിച്ച്, അതായത് വളരെ ആധികാരികമായിട്ട് സോഫ്റ്റ്വെയറിന്റെ അഷുറൻസിനെ കുറിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കമ്പനി, DLG എന്ന പേരുള്ള കമ്പനി അദ്ദേഹം 9 വർഷത്തിലധികമായി കാലിഫോർണിയയിൽ സ്ഥാപിച്ചിട്ട്. നമുക്ക് സഞ്ജിത്തിനെ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആദ്യം ബിന്ദു പറഞ്ഞ പോലെ ഓക്കെ എന്താണ്? ഓക്കെ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് ഓക്കെ എന്താണ്, പക്ഷെ ഫാമിലി നെയിമാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു തലശ്ശേരി ബേസ്ഡ് ഒരു ഫാമിലിയാണ്. അത് ഓക്കെ മീൻസ് ഒതയോത്ത് കൊക്കാരിപ്പൻ. ഇറ്റ്സ് എ ബിഗ് ഫാമിലി തലശ്ശേരിയിലുള്ള. തലശ്ശേരിക്കാരനാണ് താങ്കൾ, ഞങ്ങൾക്ക് മനസ്സിലായി. തലശ്ശേരിക്കാരനാണ്. തലശ്ശേരിയിൽ നിന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യമാണ്. ഇപ്പൊ അമേരിക്കയിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എമേർജിംഗ് കൺട്രീസിൽ ധാരാളം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് വളരെ ബ്രീഫായിട്ട് എങ്ങനെ അമേരിക്കയിൽ എത്തി എന്നുള്ള കാര്യം പറയാമോ? ഓക്കെ, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ മധ്യപ്രദേശിലാണ്. മീൻസ് ഭിലായി എന്ന സ്ഥലത്താണ്. അച്ഛനൊക്കെ അവിടെ ജോലിയായിരുന്നു. പക്ഷേ നമ്മൾ തലശ്ശേരിക്കാരാണ് ബേസിക്കലി. സോ എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ മംഗളൂരത്ത് പോയി, സുള്ളിയ എഞ്ചിനീയറിംഗ് കോളേജ്. ദെൻ അവിടെ നിന്ന് BE ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബോംബെ ജോലി എടുത്തു. അത് കഴിഞ്ഞിട്ട് സിംഗപ്പൂർ, തായ്ലാൻഡ്, അങ്ങനെ 10-30 കൺട്രീസ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിലെത്തി പഠിക്കാനായിട്ട്, MS പഠിക്കാനായിട്ട് അവിടെ എത്തി. അവിടെ പഠിച്ചു. അവിടെ ഒരു 2 കൊല്ലം ജോലി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സോഫ്റ്റ്വെയർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 4-5 കൊല്ലം സോഫ്റ്റ്വെയറിനെ ആയിട്ട് പോയി. പിന്നെ കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കുറച്ച് ഡൈവേഴ്സിഫൈഡ് ഫീൽഡിലേക്ക് പോയിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞിടയ്ക്ക് സോഫ്റ്റ്വെയറിൽ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. സാധാരണ എല്ലാവരും അമേരിക്കൻ കമ്പനീസ് വരെ നമ്മുടെ അണ്ടർ ഡെവലപ്ഡ് ചൈന, ഇന്ത്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസ് അവിടെയുള്ള മാർക്കറ്റുകളിലേക്കാണ് സോഫ്റ്റ്വെയറിൻ്റെ ഓപ്പൺ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ലേബർ വളരെ ചീപ്പാകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ താങ്കളെപ്പോലെ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയിട്ട് ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ എന്തായിരുന്നു ഒരു മനസ്ഥിതി, എന്തായിരുന്നു? ഓക്കെ, ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നേരം ആ ഒരു പർട്ടിക്കുലർ ഏരിയ വിച്ച് ഇസ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്, അവിടെ വർക്ക് ചെയ്യാൻ നേരം ഞാൻ മനസ്സിലാക്കിയ വെച്ചാൽ ഒരു സ്റ്റിൽ ദർ ഇസ് ലെവൽ ഓഫ് ഒരു സർവീസ് ലെവൽ സ്റ്റിൽ ലാക്സ്. വി കൻ സ്റ്റിൽ ഡു എ ബെറ്റർ ജോബ്. കുറച്ച് നന്നായി ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ തന്നെ ചെയ്തിട്ട് ഞാൻ നല്ലൊരു I can give a better service and better I can position myself better in the industry. അങ്ങനെ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറി വന്നത്. അപ്പോൾ ഇപ്പം we are the leaders in that particular area. നമ്മളിപ്പം we are one of the leaders in that. ഡിജിറ്റൽ ലിബർട്ടി ഗ്രൂപ്പ് അതിൻ്റെ ചെയർമാനാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ ധാരാളം ഉണ്ടാക്കുന്നു, അവിടേക്ക് വരുന്നു. അതിൻ്റെ ഒരു ക്വാളിറ്റി അഷുറൻസ് കൂടെ താങ്കളുടെ ഈ DLGയിൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയർസ് ആണ് അവിടെ എത്തുന്നത് ഇന്ത്യയിൽ നിന്ന്? അവിടെ വേരിയസ് കുറേ ഉണ്ട്. ലൈക്ക് എയർലൈൻ ഇൻഡസ്ട്രി, ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, ബാങ്കിങ്, ഫൈനാൻസ്, government, American government sectors, they are importing from here software. They're making software in India and taking it abroad. And നമ്മളെ ഇൻവോൾവ്മെന്റ് പറഞ്ഞാൽ if they are making it in America, most of the time when they're making it in America, നമ്മളെ എഞ്ചിനീയേഴ്സ് പോയിട്ട് അത് സർട്ടിഫൈ ചെയ്യും. മീൻസ് ആദ്യം തന്നെ പോയിട്ട് ഫ്രം ദ ഡേ 1 എന്താ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ഒരു തീരുമാനം എടുക്കുമല്ലോ, സോഫ്റ്റ്വെയർ ഇത് ഉണ്ടാക്കണം, അതിൻ്റെ മുമ്പേ കുറച്ച് മുമ്പേ ആയിട്ട് നമ്മളെ എഞ്ചിനീയേഴ്സ് പോകും. ഫ്രം ഈച്ച് പ്രോസസ്സിൽ ഓരോരോ പ്രോസസ്സിൽ അവർ ഇൻവോൾവ് ചെയ്യും. they stay with the full length of the project, full life of the project, and end of the day they will certify that this is the best one or this is the best thing. അങ്ങനെയാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പേരുണ്ട്, DLG എഞ്ചിനീയേഴ്സ് പറഞ്ഞ പേരുണ്ട്. വി ഹാവ് എ ബ്രാൻഡ്, DLG പറഞ്ഞ ബ്രാൻഡാണത്. അവിടെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്, DLG എഞ്ചിനീയേഴ്സ് പറയാം, അല്ലെങ്കിൽ ക്വാളിറ്റി QA എഞ്ചിനീയേഴ്സ് അങ്ങനെയല്ല. ഇറ്റ്സ് എ ബ്രാൻഡ്. ഐ ഹാവ് ഡെവലപ്ഡ് എ ബ്രാൻഡ്. ആ ബ്രാൻഡിന്റെ മേലെ നമ്മൾ ബാങ്ക് ചെയ്യുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഇന്ത്യക്കാരനാണ്, അമേരിക്കയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. താങ്കളുടെ സ്ഥാപനത്തിൽ എല്ലാ രാജ്യക്കാരും ഉണ്ടോ? അതോ എല്ലാവരും ഉണ്ട്, എല്ലാ രാജ്യക്കാരുണ്ട്. ഇവരൊക്കെ സെലക്ട് ചെയ്യുന്ന താങ്കൾ തന്നെയാണോ?
അല്ല, അതിന് ഫുൾ ടീമുണ്ട്, ഫുൾ സെലക്ഷൻ ടീമുണ്ട്. അതെ, ഫുൾ സെലക്ഷൻ ടീമുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ഷൻ പ്രോസസ് ഇസ് വെരി ഡീറ്റെയിൽ പ്രോസസ്സാണ്. നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ അല്ല ചെയ്യാൻ പറ്റുക. അപ്പം നമ്മളൊരു ഒരു കുഞ്ഞു കാര്യം കൂടെ ചോദിച്ചിട്ട്, താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ധാരാളം വർഷം ഈ രംഗത്തുണ്ട്, ഏത് രാജ്യക്കാരാണ് ഈ രംഗത്ത് ശരിക്കും മികവ് കാണിക്കുന്നത്? ഇന്ത്യ ബെസ്റ്റ്. It's a class beyond compare. You cannot compare. India is standing the best, the best. ഏത് ഫാക്ടേഴ്സിലാണ് ഈ ഒരു ദി ബെസ്റ്റ് എന്നൊരു നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ഹാർഡ് വർക്കിംഗ്, ഇന്റലിജന്റ്. ഭയങ്കര ഇന്ത്യൻസിന്റെ ഇന്റലിജൻസ് ലെവലല്ലേ അത്. സംതിങ് ഇസ് ലൈക്ക് വിച്ച് വെരി 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 മച്ച് അബവ് ദൻ അതേഴ്സ്. ഒരു കാര്യം ഇപ്പം നമുക്ക് വളരെ കൺസേൺ ആയിട്ട് വന്നിരിക്കുന്നത്, ചൈന ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുന്ന ഈ രംഗത്ത് ഒരു 5 or 6 years കഴിയുമ്പോൾ ചൈനക്കാർ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി, ഒരു റാദർ അമേരിക്കക്കാർ ചൈനീസ് പഠിച്ചു തുടങ്ങി എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഈ ഇന്റലിജന്റ് ചൈനക്കാർ ശരിക്കും ഇന്റലിജന്റ്, ഭാഷയുടെ ഒരു അപര്യാപ്തത കൊണ്ടാണ് ഇപ്പൊ ഈ രംഗത്ത് പിന്തള്ളി നിൽക്കുന്നതാണെന്ന് പറഞ്ഞേക്കുന്നത്. എത്രമാത്രം വാസ്തവമുണ്ട്? ശരിയാണ്, പെർഫെക്റ്റ്. അത് ആ ലാംഗ്വേജ് ഇന്ത്യൻസ് ഇപ്പോൾ എവിടെ പിടിച്ചു നിൽക്കും? ഇന്ത്യൻസ് ഒരു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻസിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചാൽ ലാംഗ്വേജാണ്. എവിടെ പോയാലും ഇംഗ്ലീഷ് അറിയാച്ചാൽ ഏത് ലോകത്തിൽ എവിടെയും ജീവിക്കാം. ചൈനേൻ്റെ ദിസ് പാർട്ട് ഈസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. കാരണം അങ്ങനെ അത്ര ഇറ്റ്സ് നോട്ട് ആസ് നമ്മുടെ ഇന്ത്യൻസ് പോലെ അല്ല. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. അയ്യോ, അത് ജസ്റ്റ് ലൈക്ക് ദേ ആർ വെരി സ്മാർട്ട്, ദേ ആർ വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് വെരി നൈസ്, ആൻഡ് ദേ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ഇന്ത്യ വെരി സൂൺ. ബട്ട് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫ്യൂ ഇയേഴ്സ്. സോ വി വിൽ ഹാവ് എ ടഫ് കോമ്പറ്റീഷൻ. ഇന്ത്യ വിൽ ഹാവ് എ ടഫ് കോമ്പറ്റീഷൻ, ബട്ട് ഇറ്റ്സ് വെരി ഗുഡ്. താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? നേരെ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നും നേരെ ചെന്നൊരു വലിയ സാമ്രാജ്യം താങ്കൾ പടുത്തുയർത്തി എന്നൊക്കെ തോന്നും. പക്ഷെ അതിന്റെ പുറകിലുള്ള അത്യധ്വാനവും അതിന്റെ പുറകിലുള്ള കണ്ണുനീരും വിയർപ്പൊന്നും അവർ കാണുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ ഉണ്ടായി? ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇത് ടു ഗെറ്റ് ടു ദിസ് പോയിന്റ്, I will use this sentence. Dream is not what you see while you are sleeping. Dream is something which won't let you sleep. Oh, really good, അല്ലേ? Dream won't let you sleep. You can't sleep if you have a dream. So ഈ ഡ്രീം ഞാൻ കണ്ടത് വളരെ ചെറുപ്പം മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്റ്റിൽ ഐ ആം നോട്ട് ഹാപ്പി വേർ ഐ ഹാവ് റീച്ച്. ഐ ആം സ്റ്റിൽ ഹാവ് ടു ഗോ. പിന്നെ സക്സസ് ഇസ് വെരി റിലേറ്റീവ്. നിങ്ങൾക്ക് തോന്നും ഞാൻ വലുതായി, പക്ഷെ ഞാനല്ല. എനിക്ക് തോന്നുന്നു വേറെയുള്ള വലുത്. ലൈക്ക് ഇറ്റ്സ് വെരി റിലേറ്റീവ് സക്സസ്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ മനുഷ്യർ ലൈക്ക് ഐ സ്റ്റിൽ ഹാവ് ടു ഗോ ലൈക്ക് എ ലോങ് വേ. ബി കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും മുമ്പ് സുള്ളിയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബി കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ജോലിക്ക് പോയി, ദുബായി പോയി, ബാംഗ്ലൂർ പോയി. എല്ലാവരും സോഫ്റ്റ്വെയറിലേക്ക് അങ്ങ് ഡൈവേർട്ട് ചെയ്തു. ഞാൻ ഇലക്ട്രോണിക്സാണ് ചെയ്തത് ബി. പക്ഷേ ഞാൻ ബോംബെ പോയിട്ട് കുറച്ചൊരു ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ചെറിയ വീട്ടിൽ അച്ഛനൊക്കെ റിട്ടയർ ആയിരുന്നു. അപ്പം ഞാൻ ഈ ഫസ്റ്റ് കിട്ടുന്ന ജോലി എനിക്ക് സോഫ്റ്റ്വെയർ ഒന്നും പഠിക്കാൻ പറ്റില്ല. ഈ ഫസ്റ്റ് കിട്ടുന്ന ജോലി അത് ദാറ്റ് ഈസ് വൺ റീസൺ. സെക്കൻഡ് റീസൺ ഈസ് ഐ ഓൾവേസ് വാണ്ടഡ് ടു എക്സ്പ്ലോർ. ബി ടെക്നിക്കലാണ്. See, you can, അത് ടെക്നിക്കൽ ഞാൻ പഠിച്ചത്. ദാറ്റ് ഐ എം എക്വിപ്ഡ്, ലൈക്ക് ഐ എം എക്വിപ്ഡ്. ഞാൻ വിചാരിച്ചൊക്കെ സെയിൽസിലേക്ക് പോകണം, അല്ലെങ്കിൽ സംതിങ് ഐ ഷുഡ്. എനിക്ക് അറിയണം ഈ ടെക്നിക്കൽ അല്ലാണ്ട് നോൺ ടെക്നിക്കൽ. ബിക്കോസ് ഒരു കമ്പനി റൺ ചെയ്യുന്നത് ടെക്നിക്കൽ ആണ്. റീസൺ ഇസ് ദർ. ടെക്നിക്കൽ പ്രൊഡക്ട്സും വാട്ട് എവർ. ഇതിൻ്റെ സെയിൽസും മാർക്കറ്റിംഗ് ആണല്ലോ ഇതിൻ്റെ കമ്പനീൻ്റെ ഫുൾ ദ ഹോൾ വൈബ് ഇസ് ദർ, റൈറ്റ്? അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സെയിൽസ് ട്രൈ ചെയ്യണം. പറ്റും. ഞാൻ ന്യൂസ് പേപ്പർ തുറന്നിട്ട് ഞാൻ പറഞ്ഞു കിട്ടുന്ന ജോലി ഞാൻ എടുക്കും, സെയിൽസ്. ഞാൻ ഫോൺ ചെയ്തു ഏതാ ജോലിയില്ല. അപ്പം ഇങ്ങനെ കുറേ പേര് പറഞ്ഞു ജോലിയില്ല. സംബഡി സൈഡ് ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം. ഐ ഡിഡ്ന്റ് ആസ്ക് ദം. ഞാൻ ചോദിച്ചിട്ടില്ല അവരോട് എന്താ നിങ്ങൾക്ക് വിൽക്കണ്ട്, ഞാൻ വരാം അങ്ങോട്ട്. അവിടെ പോയി നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു അവിടെ. ഞാൻ ശരി. എൻ്റെ ഫസ്റ്റ് സാലറി 800 rupees ആണ്. 800 rupees ബോംബെയിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യില്ലേ, അതിന് 450 രൂപ അന്ന് വേണം. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണിത്? ഇത് 13 years back, 13 years back. അന്ന് 450 രൂപ വേണം. പക്ഷേ എൻ്റെ അങ്കിളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലി കുറേ സപ്പോർട്ട് ചെയ്തിട്ട്. എൻ്റെ അങ്കിൾ എൻ്റെ ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു ബോംബെയിൽ. അവർക്ക് കുറേ ഹെൽപ്പ് ചെയ്തു, ഭയങ്കരമായിട്ട് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തു തന്നെ. അത് ഒന്ന് പിടിച്ച് പൊന്തിക്കാൻ വേണ്ടി, ചെറിയ പിള്ളേരല്ലേ, പിടിച്ച് പൊന്തിക്കാൻ വേണ്ടി. സോ എനിക്ക് ആ 800 രൂപ ജോലി ഞാൻ എടുത്തു. ഒരു 3 മാസമുള്ള ഇതൊക്കെ വിറ്റ് കയ്യിൽ പിടിച്ച് നടക്കണം. ഇതൊക്കെ ബോംബെയിൽ കയ്യിൽ പിടിച്ച് നടക്കണം. റോഡിൽ നടന്നിട്ട് മഴയും ഒക്കെ ആയിട്ട് നടന്ന് വളരെ ബുദ്ധിമുട്ടി ഒക്കെ നടന്ന് ഒരു 3 മാസത്തിനുള്ളിൽ നല്ലൊരു സാലറി, കമ്മീഷനൊക്കെ ആയിട്ട് നല്ല സാലറി കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു. ഐ ഓൾവേസ് മെയിൻറ്റെയിൻ. ജോലി എടുക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഈ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി ഇല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് പഠിത്തമല്ല, ബോത്ത് യു ആർ ഡൂയിങ് ബോത്ത് ടുഗദർ. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന എക്സ്പോർട്ട് കോഴ്സൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് ഒരു എക്സ്പോർട്ടിന് ജോലി കിട്ടി. ഒരു 6-7 മാസം ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്നു, ബോംബെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി കിട്ടിയത് തായ്ലൻഡിലാണ്, ഒരു എക്സ്പോർട്ട് കമ്പനിയിലാണ്.
അവിടെ കുറേ ഒരു 4 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. സോ അവിടെ ഒരു 10-30 രാജ്യത്തിൽ ഞാൻ പോയി. 30 countries, more than 30 was traveling. ഈ തായ്ലാൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തായ്ലാൻഡിൽ ബേസ്ഡ് ആയിരുന്നു, പക്ഷെ തായ്ലാൻഡിൽ ഉണ്ടാവില്ല ഈ പറഞ്ഞ പോലെയാ. എക്സ്പോർട്ടിംഗ് കമ്പനി ബിസിനസ് മാനേജർ ആയിരുന്നു. അപ്പം എല്ലാം ഇങ്ങനെയല്ല, രാവിലെ ഇവിടെ വൈകുന്നേരം അവിടെ അങ്ങനെ ഓൾ ട്രാവലിംഗ്. പ്ലെയിനിൽ വലിയ ആളായിട്ട് ഇങ്ങനെ എല്ലാ ജോലിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ശരി ഇങ്ങനെ. അത് ചെറുപ്പല്ലേ അന്ന്, ജസ്റ്റ് നൈസ്. സോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വലിയ ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നു, എനിക്കൊന്നും ചെയ്യണം, സംതിങ് ആയിട്ട് ഡു. അപ്പോൾ ഇത് BA ഒക്കെ മറന്നു കേട്ടോ. ഒരു BA ഡിഗ്രി ഉണ്ട്. വീട്ടിൽ നിന്ന് ഇപ്പോൾ ഭയങ്കര ബഹള. ഇത് പഠിച്ചിട്ട് ഇതിലേക്ക് പോകാൻ എന്തിനാണ് അല്ലേ? വീട്ടുകാർ നാട്ടുകാർ കംപ്ലീറ്റ് ബഹള. വാട്ട് ഈസ് ഗോയിങ് ഓൺ? ലൈക്ക് നിങ്ങൾ BA ചെയ്തു, എന്നിട്ട് എന്താ ഇത് കഥ? നിങ്ങൾ ഷുഗർ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ റൈസ് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചപ്പലൊക്കെ എക്സ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയായിരുന്നു മീൻസ് ദീസ് ആർ ഓൾ ഡിഫറെന്റ് തിങ്സ് ഐ വാസ് ഡൂയിങ്. ഡിഫറെന്റ് പൈനാപ്പിളിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഇതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര പ്രഷർ കേട്ടോ. ഇത് നോക്ക്, മറ്റേയാൾ നോക്ക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി അവൻ നോക്ക്, അങ്ങ് അവിടെ പോയി അമേരിക്ക പോകുന്ന മറ്റേയാൾ അങ്ങനെ ഇങ്ങനെ പറയുന്നത്. സോ ലോട്ട് ഓഫ് പ്രഷർ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം എൻ്റെ കമ്പനി, തായ്ലാൻഡിലെ കമ്പനി എനിക്കൊരു ബ്രേക്ക് തന്നു. പറഞ്ഞു, യു ആർ വെരി ടയർഡ്, നിങ്ങൾ കുറേ ബിസിനസ് ചെയ്ത് കുറേ ടയർഡായി, ടേക്ക് എ ബ്രേക്ക്, ഗോ ടു അമേരിക്ക. ഒരു 14 ദിവസം നീ ചുറ്റിയിട്ട് വാ, അമേരിക്ക ചുറ്റിയിട്ട് വന്നു. അങ്ങനെ പോയതാ അമേരിക്ക. അപ്പോഴത്തേക്ക് തായ് എക്കണോമി വാസ് ഗോയിങ് ഡൗൺ. 97 കാര്യം, 98 കാര്യം. തായ് ദ ഹോൾ തായ്ലൻഡ് എക്കണോമി വാസ് ഗോയിങ് ഡൗൺ. സോ ഐ ഹാഡ് ടു ഇജക്ട് ഔട്ട് ഓഫ് തായ്ലൻഡ്. പറഞ്ഞാൽ വേറെ വഴിയില്ല, ബിക്കോസ് ചേഞ്ച് ഓഫ് ഗവൺമെന്റ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ അമേരിക്ക പോയി 14 ദിവസത്തെ വിസ കൊണ്ട് പോയി അമേരിക്കയിൽ. അപ്പം അമേരിക്ക പോയി നോക്കുമ്പോൾ എന്താ സംഭവം അറിയാം? അവിടുത്തെ കാർ ഡ്രൈവർ, ടാക്സി ഡ്രൈവർ ഒക്കെ ഇല്ലേ, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാട്ട് യു ഡു? ഐ ടോക്ക് ടു എവറിബഡി. ഈവൻ ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങനെ നിൽക്കുന്നില്ല. ഐ ടോക്ക് ടു എവറിബഡി, ഗോ ടു ദ കോമൺ പീപ്പിൾ ആൻഡ് ടോക്ക് ടു ദം. ചോദിക്കാൻ തരുമ്പോൾ പറയാം ഞാൻ വിഷ്വൽ ബേസിക് പഠിക്കുവാന്ന്, അല്ലെങ്കിൽ ഞാൻ C പഠിക്കുവാന്ന്, അല്ലെങ്കിൽ C++ പഠിക്കുക, കമ്പ്യൂട്ടർ പഠിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു BA ചെയ്തിട്ടുണ്ട്, ഞാനിതെന്താ വരാമായിനോ? അപ്പോൾ ഞാൻ ഐ ചേഞ്ച് മൈ സ്ട്രാറ്റജി ലിറ്റിൽ ബിറ്റ്. ഐ സെഡ് ഓക്കെ, സെയിൽസ് പഠിച്ചു, കുറച്ച് ബിസിനസ്സൊക്കെ പഠിച്ചു, അവിടെ നിൽക്കട്ടെ. ലെറ്റ് മീ ഗോ ബാക്ക് ടു, ലെറ്റ് മീ ബ്രിങ് മൈ സ്കിൽ ബാക്ക്. ഞാനവിടെ MS കമ്പ്യൂട്ടർ സയൻസിന് ചേർന്നു. ഈ 14 ഡേയ്സിനുള്ളിൽ ഡിസിഷൻ എടുത്തു? അല്ലല്ല, 14 ഡേയ്സ് ആയിട്ട് പിന്നെ ടുക്ക് ടൈം. പക്ഷെ ആ 14 ഡേയ്സ് ഒരു വെക്കേഷൻ പോയതാ, ഭയങ്കര ഇഷ്ടമായി. അമേരിക്ക വെരി നൈസ്. പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ. ഇറ്റ്സ് ലൈക്ക് അമേരിക്ക ഇസ് ലൈക്ക് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. പറഞ്ഞാൽ അവിടെ പീപ്പിൾ ക്യാൻ ഡു മാജിക്. അങ്ങനെയായിട്ട് ഐ ജോയിൻഡ് MS കമ്പ്യൂട്ടർ സയൻസ് ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു, വളരെയധികം ബുദ്ധിമുട്ടായി. വിസക്കൊക്കെ ചെറിയ പ്രോബ്ലംസ് വരാതെ സാധാരണക്കാർ അമേരിക്കയിൽ ആൾ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സാധാരണയാണ്. പക്ഷെ കുറച്ച് ചില ആൾക്കാർ ലെവൽ ഓഫ് ബുദ്ധിമുട്ട് ജാസ്തി ആയിരിക്കും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് എനിക്ക് വഴിയില്ല, ജീവിക്കാൻ വഴിയില്ല അവിടെ. അപ്പം ഞാനൊരു വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു, എന്നെ സ്കൂളിൽ എന്നെ കോളേജ് സ്പോൺസർ ഒരു ട്രേഡ് പോലെ ഒരു വലിയ സ്റ്റേറ്റുണ്ടായിരുന്നു. സ്റ്റേറ്റിൻ്റെ വീട്ടിൽ എനിക്ക് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇനി പണിക്കാരായിട്ട് നിന്നോ. അപ്പോൾ ആലോചിക്കണം, കമ്മിങ് ഫ്രം ബാക്ക്ഗ്രൗണ്ട് വേർ ഞാൻ തായ്ലാൻഡിലും സിംഗപ്പൂരിലൊക്കെ ആയിട്ട് ജെറ്റ് സെറ്റിംഗ് ലൈഫ്. എക്സാക്ട്ലി, ജെറ്റ് സെറ്റിംഗ് ലൈഫ്. ബിക്കോസ് morning I am in Bangkok, afternoon I am in Singapore, evening I am in Hong Kong for dinner. So breakfast in Bangkok, lunch in Singapore, evening dinner I am in Hong Kong. അങ്ങനത്തെ ഒരു ലൈഫ് കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്ക പോകുമ്പോൾ ഇങ്ങനെ കാണേണ്ടി വന്നു. പക്ഷേ I didn't care. It's okay. പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല, വീട്ടുകാരൊന്നും ടെൽ ദം. ഐ ഓൺലി ടെൽ ദ ഗുഡ് പാർട്ട്. അപ്പൊ ഇത് കാണുന്നവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഷോക്ക് ആയിരിക്കും. ഒരു സിനിമ ഉണ്ടാക്കേണ്ട ഒരു വല്ല ഉണ്ട്. അപ്പം പക്ഷെ അങ്ങനെ വീട്ടുകാരോട് എപ്പോ പറയുക, പിന്നെ അറിയിച്ചു, ഇപ്പൊ കുറെ മുമ്പേ അറിയിച്ചു, എല്ലാം അറിയിക്കണ്ടേ. സേട്ടു പറഞ്ഞു നീ എല്ലാ ജോലിയും വീട്ടിൽ ചെയ്യണം, എന്നിട്ട് ഇവിടുന്ന് പോകാൻ. വീട്ടിലെ കുട്ടിയെ നോക്കണം, ഫുഡ് ഉണ്ടാക്കണം, എല്ലാം ചെയ്യണം. ദിസ് ഈസ് ലൈക്ക് സ്ട്രേഞ്ച് ബട്ട് കുറെ കഷ്ടപ്പെട്ടു ഒക്കെ ചെയ്തു. സമയത്ത് പഠിക്കുകയും ചെയ്തു. രാത്രി സ്കൂളിൽ പോകും. അപ്പം രാവിലെ 6 മണിക്ക് കിട്ടിയിട്ട് രാത്രി 12 മണിക്ക് പിന്നെ വീട്ടിലെത്തുന്നു. മീൻസ് രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 18 hours വർക്കിംഗ്. ഞാൻ നല്ല കുക്കാണ്. ഐ കം ടു ദാറ്റ്. യു കൻ ആസ്ക് മീ എനി ക്വസ്റ്റ്യൻ ഇൻ കുക്കിംഗ്. ഐ ടെൽ യു. റെസിപ്പി ഒക്കെ ചോദിക്കില്ലേ? ചോദിച്ചോ, യു കൻ ആസ്ക് മീ, നോ പ്രോബ്ലം. എനി റെസിപ്പി യു കൻ ആസ്ക് മീ. എന്നിട്ട് അങ്ങനെ പഠിത്തം കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി കിട്ടിയത്. ദ ഓപ്പർച്യൂണിറ്റി. സോ വൈ ഐ എം ഡിസ്കസിങ് അബൌട്ട് ദിസ് ടോപ്പിക് ഈസ് ഹൗ ടു ഗ്രാബ് എൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ. അപ്പം ഒരു ദിവസം സേട്ടുവിൻ്റെ വൈഫ് അവിടെ ഇല്ല, വീട്ടിലില്ല.
അപ്പം പറഞ്ഞു ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് നീ ഇന്ന് കൊണ്ടു കൊടുക്കുക പറഞ്ഞു ഓഫീസിലേക്ക്. അപ്പോൾ സാധാരണ ഈ മാഡമെ കൊണ്ടു കൊടുക്കുക. മാഡം വേറെ സ്കൂളിലൂടെ പോയി. സോ ഐ സെഡ് ഓക്കെ. ഞാൻ പാക്കറ്റൊക്കെ എടുത്ത് സേട്ടിൻ്റെ ഓഫീസിൽ പോയി. സേട്ടിൻ്റെ ഓഫീസിൽ പോയപ്പം സേറ്റുകളിൽ എല്ലാവർക്കും ഭക്ഷണം കഴിക്കും. അവിടെ നോർത്ത് ഇന്ത്യൻസ് ആർ വെരി നൈസ് പീപ്പിൾ, വെരി നൈസ്, ഗുജറാത്തീസ് ആൻഡ് ഓൾ വെരി നൈസ്. ഇപ്പോഴും അവർ കാണാറുണ്ട്. ഓ യെസ്, വെരി വെരി വെൽ, വെരി വെൽ. വൈ നോട്ട്? എന്നെ രക്ഷിച്ചല്ലേ. അത് എന്തായിക്കോട്ടെ, അത് അന്നദാതാവാണ് ശരിക്കും. ഡെഫിനറ്റ്ലി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. anyhow അപ്പോൾ അവിടെ പോയി. അപ്പം ഫുഡൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഒളിമ്പിറ്റൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ നോക്കുന്നു. എനിക്ക് എൻ്റെ മനസ്സിവിടെയല്ല, ജോലിയിലല്ലേ. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ നോക്കുക. അപ്പോൾ എന്നോട് ആൾ ചോദിക്കുക, നിങ്ങൾക്ക് അറിയാമോ കമ്പ്യൂട്ടർ? ഞാൻ കുറച്ച് അറിയാൻ പറഞ്ഞു. എന്താ അറിയാൻ വെച്ചു? ഞാൻ കുറച്ച് അക്കൗണ്ടിംഗ് ഒക്കെ അറിയാം. സി ഐ എം എ ബി ബാക്ക്ഗ്രൗണ്ട്, അഗൈൻ ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്, ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് അക്കൗണ്ടിംഗ് നൗ. അക്കൗണ്ടിംഗ് എന്താ അറിയാമോ? ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ അറിയാം. ഓക്കെ. അത് പറഞ്ഞു ഓക്കെ, അവിടെ ഇരിക്കും, ഇത് ചെയ്ത് റിപ്പോർട്ട് എടുത്ത് പറഞ്ഞു. ചോട്ടാ റിപ്പോർട്ട് എടുത്തു കൊടുത്തു. റിപ്പോർട്ട് എടുത്തു കൊടുത്തു. ഒരു മാസത്തിനുള്ളിൽ ഐ വാസ് ഓഡിറ്റിംഗ് 2 companies there. Oh. As such, I was auditing companies there in Thailand and Singapore. ഇവിടെ എത്തിയപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അയാൾ എന്നെ അപ്പോയിന്റ് ചെയ്തു. അയാൾ എന്താ വിളിക്കുന്നത്? അയാൾ വേറെ പണിക്കാരെ കൊണ്ടുവന്നു വീട്ടിൽ. അപ്പോൾ നീ ഇവിടെ നിൽക്ക്, അവിടെ നിന്ന് സ്കൂളിൽ പോകും, ഞാൻ കോളേജിൽ പോകും, പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂയോർക്കിൽ വർക്ക് ചെയ്തു. Then I got into software. I had to get back because software is the industry which was rising in America, big time rising. Appo ende dream, if I have to make my dream true, I have to get into the software. Appo MS computer science na കഴിഞ്ഞു. അപ്പോൾ ജോലി എടുത്തു വാൾ സ്ട്രീറ്റിൽ. ഇറ്റ്സ് എ ബിഗ് ഡീൽ. അമേരിക്കയിൽ എവിടെ പണിക്കാരൻ, എവിടെ വാൾ സ്ട്രീറ്റ്. വാൾ സ്ട്രീറ്റ് ഈസ് ലൈക്ക് the ultimate place in America. Everybody dreams to work in Wall Street. I worked in Wall Street. I worked for Chase Manhattan Bank, for Citibank, for Merrill Lynch. ഇത് 3 ടോപ്പ് ഓഫ് ദ ലൈൻ ഇന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അപ്പോൾ പിന്നെ സൂട്ടൊക്കെ ആയി, ടൈയൊക്കെ. പിന്നെ ബാക്ക് ടു ഒരു കൊല്ലം 1.5 കൊല്ലം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിപ്പോയി. ശനിയുടെ കാലമായിരുന്നു എനിക്ക്. പക്ഷെ അത് എന്താ ലേണിംഗ് അറിയാം. സോ മച്ച് ഐ ജസ്റ്റ് ലവ് ഇറ്റ്. അപ്പോൾ പിന്നെ സൂട്ടും ടൈയും, ന്യൂയോർക്ക് സ്റ്റൈൽ. ന്യൂയോർക്ക് തണുപ്പൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ന്യൂയോർക്ക്. ഐ ലവ് ന്യൂയോർക്ക്. അങ്ങനെ ന്യൂയോർക്ക് അവിടെ പോയി ജോലി എടുത്തു. പിന്നെ സോഫ്റ്റ്വെയറിൽ ജോലി എടുത്തുകൊണ്ടിരിക്കാൻ നേരമാണ് എൻ്റെ ആ ജോലി എടുക്കുന്ന കമ്പനീൻ്റെ ബോസ്, നോട്ട് ദ മെറിൽ ലിഞ്ച്, ദേ ആർ മൈ ക്ലയൻറ്റ്സ്. എൻ്റെ ബോസ് പറഞ്ഞു, ഞാൻ ബോസോട് ചോദിച്ചു, ബോസ് ഇത് മതിയോ കമ്പനി കുറച്ച് വലുതാക്കട്ടെ, നമുക്ക് എന്താ പരിപാടി, കുറച്ച് വലുതാക്കണം നമ്മളെ കമ്പനി, അങ്ങനെ ഇങ്ങനെ കൺസൾട്ടിങ് കമ്പനിയാണോ? ബോസ് പറഞ്ഞു ശരി, അപ്പം നീ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ബോസ്, യു ആർ ഇൻ അമേരിക്ക, യു ആർ ഇൻ ന്യൂയോർക്ക്, I will go and start a system in California. ശരി, ഓക്കെ പോയി പറഞ്ഞു. കാലിഫോർണിയ പോയി. I started a company for him. ബോസ് ഇന്ത്യൻ ആയിരുന്നു, അമേരിക്കൻ ആയിരുന്നു? Canadian boss ആണ്. Indian origin ആണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ settled in Canada. Yeah. There's Canadian citizens and nice people, wonderful people. ബോസ് ശരി പറഞ്ഞു. അവിടെ പോയി ഈ സെയിം ബിസിനസ്, whatever I was in, whatever the consulting business, I started in California for the boss. ഒരു 8-9 months I did. It was in the peak. The business was in the peak. അപ്പോൾ ആ പീക്കിൽ കൊണ്ടേ വിട്ടു ഞാൻ. I was director operations in that business. അന്ന് എനിക്ക് 28 വയസ്സോ 29 I think 27. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവിടെ പോയി സ്റ്റാർട്ട് ചെയ്ത് 8-9 മാസമാകുമ്പോൾ കമ്പനി ഫുൾ ഫ്ലെഡ്ജഡ് ആയി, ബിഗ് ആയി. ന്യൂയോർക്ക് കമ്പനിനെക്കാട്ടും അത് കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ ആയി. സെയിം ബോസിൻ്റെ അല്ലേ. അപ്പം then once the company was grown out, then I thought I'll take some rest and I want to do something by myself. എല്ലാം ചെയ്തു അങ്ങനെയൊക്കെ. അപ്പം ബോസ് പറഞ്ഞു ഫൈൻ, ദാറ്റ്സ് ഫൈൻ. I was still on the board of that company. അത്രയും എനിക്ക് ഇതായിരുന്നു. അപ്പം ബോസോട് ഞാൻ പറഞ്ഞു, ഞാൻ I will be doing a better job than this, but I will not compete with you. ഞാൻ നിങ്ങളോട് കോമ്പറ്റീഷൻ ചെയ്യില്ല. ബിഗ് കമ്പനിയാണ്, അതിൻ്റെ അകത്തൊരു 1000 പേരുണ്ട്, 1000 employee company. So boss, he believes me because I gave my word to him saying that I will not compete with your business. So ശരി പറഞ്ഞു. So I started my company. അപ്പോൾ എങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം? കാലിഫോർണിയയിൽ 1 bedroom അപ്പാർട്ട്മെന്റിലാണ്. ഞാൻ എൻ്റെ വൈഫ് കല്യാണം കഴിച്ചിട്ട് 2 ദിവസമായിട്ട്, മീൻസ് നോട്ട് ഈവൻ 2 months ഐ എം ഇൻ കാലിഫോർണിയ. ആൻഡ് ഐ സെഡ് ഓക്കെ 1 bedroom അപ്പാർട്ട്മെന്റ്. അപ്പോൾ എൻ്റെ വൈഫിന് ഞാൻ ആ കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റ് മീ ടേക്ക് സം റെസ്റ്റ് ആൻഡ് ലെറ്റ് മീ ഡു സംതിങ് എൽസ് പറഞ്ഞിട്ട് ആ 1 bedroom അപ്പാർട്ട്മെന്റിന് തുടങ്ങിയ ഒരു ഡ്രീമാണ്. ഡ്രീം അല്ല, എക്സിക്യൂഷൻ ഓഫ് ദ ഡ്രീം. by name Digital Liberty Group. Digital means ഒരു technical aspect കിട്ടാൻ വേണ്ടിയാണ്. Liberty means my connection to New York because Statue of Liberty ഒക്കെ അവിടെ ന്യൂയോർക്കിലുള്ളത്. അന്ന് എന്നോട് ആൾക്കാർ ചോദിച്ചു, അന്നൊക്കെ കമ്പനീസിന്റെ പേര് ടെക്നോളജീസിലേക്ക് മൈക്രോസോഫ്റ്റ് ടെക്നോളജീസ്. ഞാൻ പറഞ്ഞു ടെക്നോളജി ഞാൻ വെക്കൂല, ഞാൻ ഗ്രൂപ്പിനെ വെക്കൂ. ബിക്കോസ് ഒരു ദിവസം ഉണ്ടാവും I will have lot of companies, a day will come. അപ്പോൾ ഈ all this time, the best part is all this time
people are encouraging. At the same time, they will little bit smile. Oh, what dream, man. And they, like, നമുക്ക് നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലല്ലേ yeah, but they encouraging also. A lot of people, most of them are encouraging. പക്ഷെ എന്നാലും ചില ആൾക്കാർ ഇങ്ങനെ എന്താവും നോക്കാലോ. സോ ഐ ലൈക്ക് ഇറ്റ്. ഐ ലവ് ചാലഞ്ച്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. ഇപ്പൊ ശരിക്കും സഞ്ജിത്ത് പറഞ്ഞതുപോലെ ഒരുപാട് ഇതുപോലെ കോംപ്ലക്സ് ലൈഫിലൂടെ കടന്നു ഒരുപാട് യൂത്ത് ഉണ്ട് നമ്മുടെ നാട്ടില്. നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ഒരു പ്രഷർ വരും, അല്ലെങ്കിൽ സമൂഹം, നാട്ടുകാരെ ചുറ്റുപാട് എപ്പോഴും പറയാനുണ്ടോ ആ കുട്ടി എന്ത് പഠിച്ചിട്ട് ഇങ്ങനെ പോണേ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര്. പക്ഷെ സഞ്ജിത്തിനെ സംബന്ധിച്ച് സഞ്ജിത്തിന്റെ സ്വന്തമായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതുപോലൊരു ബിസിനസ് രംഗത്തേക്ക് വരുന്ന ഇത്രയും പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ ഒരു പുതിയ തലമുറയിലെ ചെറുപ്പക്കാരന്, അതായത് താങ്കളുടെ അനുജനോ അനുജത്തിയോ ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ എന്താണ് ഒരു അഡ്വൈസ് ഉള്ളത്? കാരണം നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അവരുടെ പേരൻസിനോട്, അവരാണല്ലോ പറയുന്നത് ഫ്രീഡം കൊടുക്കാതെ. അല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സെനാരിയോയില് പേരൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് പ്രൊഫഷൻ എടുക്കണം, ഏതിൽ എന്റെ കുട്ടി പോകണം, മകനോ മകളോ, ഏത് പോകുന്ന തീരുമാനിക്കേണ്ട പേരൻസ് ആണ്. അപ്പൊ ഒരുപാട് പ്രഷറാണ് കുട്ടികളുടെ മുകളിൽ. അപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊന്നും ഈ പറഞ്ഞ ലിബർട്ടി ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. പക്ഷെ സഞ്ജിത്ത് ശരിക്കും അത് എൻജോയ് ചെയ്തിട്ടുണ്ട്, അതേസമയം തന്നെ സ്വന്തം ഡിസിഷനിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും സഞ്ജിത്തിന് ഒരു അഡ്വൈസ് അല്ല ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാനുള്ളത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് ദൈവത്തിനെ കാട്ടും മേലെ നമ്മൾ കാണേണ്ടത് നമ്മൾ അച്ഛനെയും അമ്മേൻ്റെയും ഫസ്റ്റ്. ഓക്കെ, അവർ പറയുന്നത് നമ്മൾ നല്ല വേണ്ടിയാണ്. പക്ഷെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ തന്നിട്ട്, ബേസിക് മീൻസ് ഒരു ഡിഗ്രി, ഒരു ബേസിക് എഡ്യൂക്കേഷൻ തന്നു കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഫ്രീ ആക്കി വിടണം. ഫ്രീ ആക്കി വിടണം മീൻസ് ഈവൻ ഇവിടുത്തെ യൂത്ത് ഇല്ല, ഈ ചെറുപ്പക്കാർ, ദേ ഷുഡ് ബി മോർ റിസ്ക് ടേക്കിംഗ്, കുറച്ചും കൂടെ റിസ്ക് ടേക്കിംഗ് അപ്പിറ്റൈറ്റ്. പിന്നെ ഒരു ജനറൽ ഫ്ലോയിൽ പോയാൽ അതൊരു യു വിൽ ബിക്കം എ വനീല ഐസ്ക്രീം പോലെ, വനീല പോലെ ആയിരിക്കും. മീൻസ് ജനറൽ ഫ്ലോയിൽ കുറച്ചൊന്ന് മാറി നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി റിസ്ക്കിയാണ്, ഭയങ്കര റിസ്ക് ഭയങ്കരമാണ്. പക്ഷേ വെൻ ദ റിസ്ക് ഇസ് ഹൈ, ദ റിട്ടേൺസ് ആർ ഹൈ. മനസ്സിലായി? റിസ്ക് അധികമാകുമ്പോൾ റിട്ടേൺസ് അധികമായിരിക്കും. ഓൾവേസ് എനിത്തിങ് യു ടേക്ക് ഇറ്റ്. അപ്പോൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ നോക്കുക, കുറച്ച് ഡൈവേഴ്സിഫൈഡ് ചിന്തിക്കുക. പിന്നെ സി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ദ വേ വി തിങ്ക് ഇല്ലേ, ദ വേ വി തിങ്ക് അബൌട്ട് ഓരോ കാര്യത്തിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത് അത് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഇന്ന് ഇഫ് യു വാണ്ട് ടു കമ്പയർ, കേരള ഇന്ന് എന്തിൻ്റെ കുറവ് ആക്ച്വലി? പീപ്പിൾ ആർ സോ നൈസ്, ദ വെദർ ഈസ് സോ നൈസ്, everything is nice, but it's fully illiterate. Kerala is fully illiterate. Naalum we are much behind Hyderabad and Bangalore in related to as well IT skills. പക്ഷേ ഇന്ന് നമ്മളെ മലയാളീസ്, ഇന്ന് നമ്മളെ കേരള ഒന്ന് മനസ്സ് വെച്ചാൽ IT-ലൊന്ന് മനസ്സ് വെക്കണം. മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഈ നമ്മളെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കലും വാട്ട് ഐ ഡോണ്ട് നോ this thing, smart cities and all this, beyond that, this beginning, infrastructure is the beginning of the process. A thought process change, that we have to compete, we have to get, we have to reach, we have to fight the game. Other village activity, it's a rat race. IT is a rat race. It's a very tough process. We building undaki smart city, but like so many things are going on, like more than 5 years now. I think it's okay, things are improving, but what I'm trying to say is adoru todaka. Generally smart city Kerala will become like Hyderabad and Bangalore. It's not true. It's just the beginning. It's just the beginning. Abada todagunnu varengala appa the way we think should change, meaning we should be more aggressive, hard working, come out of the things. Paralipam Keralites are doing so well. Innathe date le world in one of the largest companies, Infosys, it is run by Malayali. Number 2, next, even the next MD, I think it will be Malayali only. You know that, right? A lot of organizations are there where Malayalis are leading, Malayalis are doing. We can do it. But only thing a little bit change is aggressive, openness. We can do. I'm telling you, there is no place like Kerala. I have traveled a lot. Especially tourism. Kerala ne bolte illa beautiful salam varilla. Beautiful. Kerala is ultimate. Anywhere in the world you go, Kerala bol namko you go anywhere. You go to Far East, you go to Europe, you go to America, you go Canada, wherever you go. Ee Keralathinte oru charm undavilla veli pombale. എസ്പെഷ്യലി ഓരോ റോഡിന്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ എറണാകുളം സിറ്റിയിൽ തന്നെ ഓരോ കനാൽസ്, ഓരോ പുഴകൾ, ഓരോ റോഡിന്റെ ഇടയിലും അല്ലേ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നില്ല.
കേരളത്തിൽ ഇപ്പം ട്രെയിനിൽ വരിക വെച്ചാൽ നോർത്തിന് ഇങ്ങോട്ട് വരിക വെച്ചാൽ പാലക്കാട് ബോർഡറിൽ പാലക്കാടിനുള്ളിൽ കയറിയാൽ തന്നെ അറിയൂ കേരളം എത്തി, ഇത് തമിഴ്നാട്, ഇത് കേരളം, അത് അറിയും റോഡിലാണെങ്കിൽ. സെയിം തിങ് വെൻ യു ലാൻഡ് ഇൻ കൊച്ചിൻ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ദി അൾട്ടിമേറ്റ്. അപ്പം എന്നോട് ഇപ്പം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഏതൊരു ബിസിനസ് സം ഇന്റർവ്യൂ വാസ് they were asking me, I think somebody was asking me, what brings you back to Kerala, what is that to Kerala? Appo njan avarodu again I am using one sentence. What I am trying to say is, you can take a man out of Kerala, you cannot take Kerala out of the man. Means ആ കേരളീയ ഒന്നും പുറത്തെടുക്കാൻ പറ്റില്ല. നമ്മൾ പുറത്ത് പോയിട്ട് എന്ത് വലിയ സർക്കസ് എല്ലാം കളിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആളെ കഴിഞ്ഞാൽ you are still a Kerala. എനിക്ക് എത്ര 200 opportunities I have from Bangalore, I have from Pune, I have from Chennai, Hyderabad. എത്ര opportunities, how many, like I can still go and, but they are already set, you know. If whatever, if I can do, if I can contribute, triangle, do it for Kerala. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു കേരളത്തിനോടുള്ള ഒരു സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണോ വീണ്ടും റിസോർട്ട് മേഖലയിലേക്കും അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലേക്കും കടന്നു വരാൻ? എക്സാക്ട്ലി. എന്താണ് താങ്കളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്താണ്? അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട്, കേരളീയർക്ക് വേണ്ടിയിട്ട്? കേരളീയർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, കുറേ കാലം ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡ്സ് ഓൺ ദ എൻകറേജ്മെന്റ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ, നമുക്കിപ്പോൾ ഒരു സൈഡിൽ മാത്രം ചെയ്താൽ പോലുള്ളൂ. ഇറ്റ് ഹാസ് ദ തിങ് ഹാസ് ടു കം ഫ്രം ദാറ്റ് സൈഡ് ഓൾസോ, റൈറ്റ്? വി കീപ്പ് ഓൺ ഡൂയിങ്. അത് അവിടുന്ന് ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നന്നായിട്ട് ചെയ്യാം. IT ഈ കേരളത്തിൽ ഒരുവിധ ആൾക്കാർക്കെല്ലാം യുനോ ദേ ആർ ഒരുവിധ മോസ്റ്റ് ഓഫ് ദം ദേ നോ അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്, ദ എക്സ്പോഷർ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ ഹോൾ തിങ്. സെയിം ലിറ്ററസി ഈ പറഞ്ഞ പോലെയാണ്. IT Kerala can 10 years, give 5 to 7 years, 10 years time, Kerala will be leading in IT. Appo adindathu we'll contribute, and we want to be a part of that system. Ipo thanne 4 kollam mumbe example, if I'm just taking an example, 4 kollam mumbe Info Park il 25 employees are building il ullathu. Innu 5000 employees, 5000 employees sitting in that building. See the growth. എക്സാമ്പിൾ, ജസ്റ്റ് ചെറിയ എക്സാമ്പിൾ പറയാം. കൊച്ചിയിലുള്ള എക്സാമ്പിൾ. ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ ടെക്നോക്രാറ്റ്സ്, ബ്യൂറോക്രാറ്റ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ പല സ്ഥലത്തും താങ്കൾ ട്രാവൽ അറൌണ്ട് ദ വേൾഡ് എന്ന് പറഞ്ഞു, അപ്രോച്ച് എങ്ങനെയാണ് കമ്പയർഡ് ടു അതർ കൺട്രീസ് ഓർ അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ? കേരളത്തിൽ ഇറ്റ്സ് ഗുഡ്, പ്രശ്നമൊന്നുമില്ല, ഇറ്റ്സ് ഫൈൻ, ബട്ട് ഇറ്റ്സ് ലിറ്റിൽ സ്ലോവർ, പ്രോസസ് ഇസ് സ്ലോവർ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് നമ്മൾ ബാക്കി കൺട്രി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ബാക്കി ലോകം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് അവരത് മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അത് ഏതൊരു കാരണത്തിൽ അത് എവിടെ പോയിട്ട് നിൽക്കുന്നത്. എവറിബഡി അണ്ടർസ്റ്റാൻഡ്സ്. ഐ ഹാവ് സീൻ, ആസ് ഐ സെഡ്, ഇന്ത്യൻസ് ആർ ദ മോസ്റ്റ് ഇന്റലിജന്റ്. ആ ഇന്റലിജൻസിൽ ഒരു ഹയർ ഇന്റലിജൻസ് ആണ് മലയാളികളെ. ഭയങ്കര ഇന്റലിജന്റ്, എല്ലാം മനസ്സിലാക്കും, എല്ലാം അറിയാം. പക്ഷെ എന്തോ ഒരു കാര്യത്തെ എവിടെ പോയിട്ട് ഹെൽഡപ്പ് ആയി പോകുന്നത്. ലൈക്ക് അത് അതാണ് നമ്മൾ ട്രൈങ് to understand. Where is it like you have a block? ഒരു എല്ലാം മനസ്സിലാക്കും. US എങ്ങനെയാണ്? അപ്പോൾ ഇപ്പൊ നമ്മളെ പോലൊരു ആള് അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ ഇതുപോലെ ഒരു സാധനം സെറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തോടെ വരുവാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്, US പോയി തുടങ്ങുന്നു. എന്നാൽ ഒരു മലയാളി തന്നെ സ്വന്തം രാജ്യത്ത് വരുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട്. US പോകുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ വേറൊരു രാജ്യക്കാരൻ, നമുക്ക് സിറ്റിസൺഷിപ്പ് ഒന്നും അങ്ങനെയില്ല, ജസ്റ്റ് യു ആസ്പയറിംഗ് ടു ബി സക്സസ്ഫുൾ ദേ. അവരൊരു മെന്റൽ ആറ്റിറ്റ്യൂഡും നമ്മൾ സ്വന്തം രാജ്യത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തെ ആറ്റിറ്റ്യൂഡും അതെങ്ങനെ? ഇവിടെ ഞാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ല, ജസ്റ്റ് സ്ലോവർ പ്രോസസ്, കുറച്ച് slower process. It will happen നമ്മൾ laid back attitude എന്ന് പറയാം അല്ലേ? Yeah, maybe. പക്ഷേ അങ്ങനെയാണ് US ൽ എങ്ങനെയായിരുന്നു? US not US like any civilized country for that reason, especially US I can say, but you know it's more capitalist. പറഞ്ഞാൽ അവർക്ക് they want to grow. If you നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ട്, ആ നിങ്ങളിപ്പോൾ അത് പ്രസന്റ് ചെയ്തു, they will like it. Very nice idea. They will do everything possible to make sure that you are successful, because if you are successful, they are successful. You know, what is US? It's just a bunch of immigrants അവിടെ ഉള്ളത്. എല്ലാ ഇമിഗ്രൻസ് ആരുമില്ല. മീൻസ് US എന്ന് പറഞ്ഞാൽ ആർക്കുമില്ല, അവിടെ എല്ലാം ഇമിഗ്രൻസ്. 400-500 ഇയേഴ്സിന്റെ ഒരു കൾച്ചറേ അവർക്കുള്ളൂ. ഇന്ന് സിലിക്കോൺ വാലിയിൽ ഞാനിപ്പോൾ സിലിക്കോൺ വാലി, എൻ്റെ ബേസൊക്കെ സിലിക്കോൺ വാലി കാലിഫോർണിയയിലാണ്. ഇന്ന് അവിടെയുള്ള 70% ഓഫ് ദ കമ്പനീസ് ആർ ഓൺഡ് ബൈ ഏഷ്യൻസ് ഓർ ഇന്ത്യൻസ്. 70%, more than 70% IT companies are owned or operated or run by Asians or Indians, especially for that reason. അപ്പോൾ ഭയങ്കര എൻകറേജ്മെന്റാണ് അവിടെ, ഒന്നും പറയണ്ട. അവിടെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ കൊണ്ട് പോയാൽ മതി. യു ആർ ലൈക്ക്, അതാ ഞാൻ പറഞ്ഞത്, US is a land of opportunity. It's wonderful. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഓരോ സബ്സിഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലൊരു ഹെൽപ്പ് സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് അവിടെ നിന്ന്? കുറേ ഉണ്ട്, കുറേ സപ്പോർട്ട് ഉണ്ട്, കുറേ ഹെൽപ്പ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ബോട്ടം ലൈൻ ഇഫ് യു ആർ ഹാർഡ് വർക്കിംഗ്, you will be successful.
അതിനകത്ത് പിന്നെ ഡിബേറ്റ് വേണ്ട. ദർ ഇസ് നോ പോയിന്റ് ഇൻ ഡിബേറ്റിംഗ് ദറ്റ്. ഹാർഡ് വർക്ക് ഇപ്പം എല്ലാവരും ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ ഈയിടെ കുറച്ചൊരു everybody is working hard, so what then? Who will be successful now? You are also working hard, you are also working hard, I am also working hard, so who will be successful end of the day? അപ്പോൾ അന്നേരം പറയൂ you should be lucky. അപ്പോൾ then the next debate is everybody is lucky now. So അപ്പം പറഞ്ഞു വരുന്ന വെച്ചാൽ you should be the first to be lucky. മനസ്സിലായോ? ഹാർഡ് വർക്കിംഗ് ഇസ് എ ബോട്ടം ലൈൻ. ബോട്ടം ലൈൻ ഇസ് ദർ. ഹാർഡ് വർക്കിംഗ് ഇസ് ഹാർഡ് വർക്കിംഗ്. ഇപ്പം ഇൻ മൈ കേസ് എൻ്റെ കൂടെ ആഗ്രഹം, എനിക്കൊരു ലൈഫ് ഒരു ചെറിയൊരു ആഗ്രഹമാണ്, ഒരു ദിവസത്തിൽ 48 മണിക്കൂർ വേണം. അത് വലിയൊരു ആഗ്രഹമല്ലേ? അല്ല, ഞാൻ പറയാം, ഒരു വൺ ഡേ ഷുഡ് ഹാവ് 48 hours. 24 hours is not enough for a day. 48 മണിക്കൂർ ദിവസത്തിൽ ഉണ്ടെങ്കിൽ we can still do some things. പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാരോട് പറയാൻ വെച്ചാൽ we should do hard work. Focus on the target. അത് വരും, ടാർഗറ്റ് വരും. ഇറ്റ് വിൽ ഫോളോ യു വൺസ് യു ആർ ഇപ്പോൾ 1 bedroom അപ്പാർട്ട്മെന്റിൽ ഭാര്യയുമായിട്ട് ഒന്ന് താമസിച്ച് അവിടെ നിന്നാണ് ഇതെല്ലാം ഇതാക്കിയത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എമേർജിംഗ് കൺട്രീസിൽ ഇൻവെസ്റ്റ്മെന്റ് അതൊരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡാണല്ലോ. ഇപ്പോൾ ഇത്രയും നേരം താങ്കൾ പറഞ്ഞെന്നും ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റാലിറ്റി ടൂർസ് ഒക്കെ താങ്കൾ ട്രാവൽ ചെയ്തതിന്റെ ഭാഗമാണെന്ന് അറിയാം. ഈ ഇൻവെസ്റ്റ്മെന്റ് സെക്ഷനിലേക്ക് എങ്ങനെയാണ് വന്നത്? ഓക്കെ, സി ദിസ് ഇതിന്റെ ബേസിക്സ് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ബി കഴിഞ്ഞിട്ട് ഐ എം ട്രൈങ് ടു സെൽ ഫ്രൂട്ട്, ഐ എം ട്രൈങ് ടു സെൽ ഷുഗർ. അങ്ങനെ ചാൻസും കിട്ടി കേട്ടോ. അങ്ങനെ ഇതെല്ലാം അവിടെ ലക്ക് ഫാക്ടർ ഉണ്ട് കേട്ടോ. കുറച്ചങ്ങനെ ചാൻസും കിട്ടണം. പിന്നെ ലക്ക് ഫാക്ടർ കിട്ടണ്ടെങ്കിൽ ആരും തന്നെ nobody will give me a free opportunity, right? Even I was knocking doors. പറഞ്ഞാൽ അത് കിട്ടണ്ടെങ്കിൽ അവർക്ക് അറിയണല്ലോ ഇവനെ ചെയ്യാൻ പറ്റുമെന്നുള്ള. അങ്ങനെയുള്ള പറ്റും. ഇഫ് യു കീപ് ക്വൈറ്റ് യു വിൽ നോട്ട് ഗെറ്റ്. അപ്പോൾ ആഫ്റ്റർ ദിസ് കമ്പനി വാസ് ടേക്കൻ കെയർ, ആഫ്റ്റർ ഈ ഡിജിറ്റൽ ലിബർട്ടി ഗ്രൂപ്പിനുള്ള കമ്പനി ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ വൈഫ് ഉണ്ട് ആ കമ്പനി വർക്ക് ചെയ്യുന്നത്. എൻ്റെ ബ്രദർ ഉണ്ട്. ഹീസ് ദ വൺ ഹു ഇസ് റണ്ണിങ് ദ ഹോൾ ബിസിനസ് നൗ, സോഫ്റ്റ്വെയർ ബിസിനസ് ദർ അമേരിക്കയിൽ. പിന്നെ ഒന്ന് രണ്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, നമ്മുടെ നാട്ടുകാർ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവരും കൂടിയായിട്ട് ഇപ്പോൾ നല്ലോണം നോക്കി എല്ലാം തിങ്സ് ആർ ഗോയിങ് ഫൈൻ. സോ ഒരു കാര്യം, പിന്നെ വി ഹാവ് ടു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ അന്നേരമാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ ഭൂമൊക്കെ വന്നത്. അപ്പം ഞാൻ അമേരിക്കയിൽ വാങ്ങിച്ചു, ദുബായിൽ വാങ്ങിച്ചു, ഇന്ത്യയിൽ വാങ്ങിച്ചു. ലൈക്ക് ഇന്ത്യയിലെ സോ മെനി പ്ലേസസ്, സ്റ്റേറ്റ്സ് ആൻഡ് ബാംഗ്ലൂർ, ബോംബെ, കേരള, എന്നിട്ട് started collecting properties. So that is how that division has started out, and that has become very big now. It was nice. ഒരു നമ്മളിപ്പോ ഫിനാൻസ് ചെയ്യാൻ താങ്കൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് രംഗത്തേക്ക് ബിസിനസ് വെഞ്ചറായിട്ട് വരുന്ന ഒരു വ്യക്തികളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഫിനാൻസ് ചെയ്യാൻ ഒരു താല്പര്യം ഒരു പക്ഷേ കണ്ടേക്കാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം വളരെ പ്രോഫിറ്റ് ആയിട്ട് റൺ ചെയ്തതിന് ശേഷം ആ വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അങ്ങനെ അത്തരം താല്പര്യങ്ങൾ സഞ്ജിത്തിനുണ്ട്. അതാ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ നാട്ടിൽ, ഇപ്പം കേരളത്തിൽ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ എം ടോക്കിംഗ് ടു ഡിഫറെൻറ്റ് IT companies ആൻഡ് ട്രൈങ് ടു merge things, consolidate things. എന്നാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ IT companies are 50, 70, 100, 150 employees. So what I'm trying to do is I'm trying to invest in them. ഭയങ്കര ഹാർഡ് വർക്കിംഗ് പീപ്പിൾ, ഭയങ്കര ടെക്നിക്കലി ഭയങ്കര സോളിഡാണ്, എസ്പെഷ്യലി കേരളീൻ്റെ ആൾക്കാർ. പക്ഷേ ആ ബിസിനസ് പൊസിഷനിങ് അല്ല, ബിസിനസ് പൊസിഷനിങ് ആ മാർക്കറ്റിംഗ് ഉണ്ട്. ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. മാർക്കറ്റിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ ആ ഒരു ഫാക്ടർ കുറച്ചൊരു ലാക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഐ എം ടോക്കിംഗ് ടു ദം ആൻഡ് ഐ എം ഇൻവൈറ്റിംഗ് പ്രപ്പോസൽ സെയിങ് ദാറ്റ് ഓക്കെ യു വാണ്ട് ടു മെർജ്, വി ക്യാൻ മെർജ്. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ അക്വയറിംഗ് കമ്പനീസ് ആണ്. ഇപ്പോൾ ഇവിടെ അതാ ഇപ്പോൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് കുറേ സമയം എടുക്കും. രണ്ടാമത് people here need help actually. What they need is help. So I will do whatever I can possible. I'm not here for generating revenues or bigger, but there are some nice companies here who they are focused, they are solid, they are technically very solid, but they are lacking. See, unless you market a product, what is that product good for? അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് മെർജ് ചെയ്തിട്ട്. സോ ഐ എം പ്ലാനിങ് ടു റോൾ ഔട്ട് എ വെരി ബിഗ് കമ്പനി നൗ. അപ്പം അതിൻ്റെ ഒരു ഇതില്ലാതെ ഉള്ളത് വി ആർ ഡൂയിങ് എവറിത്തിങ് പോസിബിൾ ആൻഡ് വി ആർ ട്രൈങ് ടു നല്ലൊരു സംരംഭമാണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ആസ്പെക്ട് ആണ് ഇപ്പോൾ പറഞ്ഞത്. ദാറ്റ്സ് വൺ വേ ഓഫ് IT ആസ്പെക്ടിൽ. മറ്റേ ശരിക്കും നമ്മൾ സ്റ്റോക്ക് ബ്രോക്കിംഗുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ അതിൽ താല്പര്യമാണ്. അതാണ് ചോദിച്ചത്. അതാണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്ക്ഗ്രൗണ്ട് അതാണല്ലോ. അതെ. അപ്പം ഇതിന് മൂവിംഗ് ടു റിയൽ എസ്റ്റേറ്റ്, മൂവിംഗ് ടു ഹോട്ടൽ റിസോർട്ട്സ്. ഐ ഹാവ് അനദർ തിങ്, ഹോട്ടൽ റിസോർട്ട് ബിൽഡിംഗ്, ട്രൈങ് ടു ബിൽഡ് ഹോട്ടൽസ് റിസോർട്ട്സ് ഇൻ കേരള ഓൺലി. We're still working on it. We have bought the properties. എല്ലാം സ്ഥലമൊക്കെ വാങ്ങിച്ചു. നോക്കണം. അപ്പം ഈ എമർജിംഗ് മാർക്കറ്റ്സ് വെച്ചാൽ
See, emerging market la aayirikkum always the whole the sales graph ille ഇൻഡെക്സ് വേഗം ഷൂട്ടപ്പ് capital shoot up you, and there is where it is exciting to you, rather than you are investing in a very settled and civilized and very matured market. If America market is very matured, അങ്ങനെ matured market ചെയ്തു കഴിഞ്ഞാൽ അത്ര അതൊക്കെ everybody has done, and you are just following the whole crowd. ഇപ്പൊ emerging markets ഇപ്പം Poland, Brazil, Vietnam, China, Taiwan, India, Dubai, ഇതൊക്കെ എമർജിങ് കുറേയൊക്കെ ഇതാണ്. അപ്പോൾ കുറേ റിസ്ക് ടേക്കിംഗ് ഇതുണ്ടാവും. പിന്നെ യു ഹാവ് ടു ലേൺ ലോട്ട് ഓഫ് തിങ്സ്. കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഐ ഹാവ് ഇൻവെസ്റ്റഡ് ദാറ്റ് ഐ എം ഡൂയിങ് ബൈ മൈസെൽഫ്. ഐ എം ഹെഡിങ് ദാറ്റ് തിങ്. സോ ഐ വിൽ ബി ഹാൻഡിങ് ഓവർ ദ തിങ്സ് ടു അതേഴ്സ് വെരി ഷോർട്ട്ലി. ഫസ്റ്റ് ഐ ലേൺ ആൻഡ് ദെൻ ഐ ഗീവ് അപ്പ് ദ തിങ്സ്. ഏതാണ് താങ്കൾ ലിഷർ ടൈമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതാണ്? സംഗീതമാണോ? മ്യൂസിക് ഇഷ്ടമാണ്. അതാണ് ശരിക്കും റിലാക്സിങ്ങിന് വേണ്ടി. മ്യൂസിക് ഇസ് ലൈക്ക് അതില്ലാണ്ട് ശരിയാവില്ല. ഒരു പക്ഷേ തായ്ലാന്റിൽ നിന്നുള്ള താങ്കളുടെ ബോസ് ഒരു 14 ദിവസത്തെ ലിഷറിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് അയച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ പ്രേക്ഷകരുടെ മുമ്പിൽ ഇന്ന് സഞ്ജിത്ത് ഈ വ്യക്തിയായിട്ട് ഇരിക്കുമായിരുന്നു. അതായത് ഇത്രയും ഒരുപാട് വെറൈറ്റി ഉള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇരിക്കുമായിരുന്നു. ഇരിക്കുമായിരുന്നു. ബിക്കോസ് ദാറ്റ് ഇസ് ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. അതല്ലെങ്കിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ എൻ്റെ വൈഫ് ചോദിച്ചു കല്യാണത്തിന് മുമ്പേ, എന്താ പ്ലാൻ, ബയോഡേറ്റ, റെസ്യൂമേ ഇല്ല, ബയോഡേറ്റ, അത് ഞാൻ അയച്ചു കൊടുത്തിരുന്നു വൈഫിൻ്റെ. അപ്പോൾ അതിനകത്ത് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഐ വോണ്ട് ടു ഡു എ ബിസിനസ്, മൾട്ടി ഫാസറ്റഡ് ബിസിനസ് ഐ വോണ്ട് ടു ഡു. അപ്പോൾ ദിസ് വാസ് ലൈക്ക് 7 years back, 8 years back. I never had this DLG or whatever. I had decided we had to do this, we had to do this. അത് ഈ വഴിയാ ആ വഴി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും whatever is needed we will do. അങ്ങനെ അതാ പറഞ്ഞ ഫസ്റ്റ് ടൈം പറഞ്ഞില്ലേ, സെൻറ്റൻസ് പറഞ്ഞില്ലേ, ഡ്രീം ഇസ് സംതിങ് വിച്ച് വിൽ നോട്ട് ലെറ്റ് യു സ്ലീപ്. ഡ്രീം ഇസ് നോട്ട് വാട്ട് യു സീ വെൻ യു സ്ലീപ്. അപ്പോൾ അങ്ങനെ വിടില്ല, വിൽ ഡു ഇറ്റ്. ഒരു കാര്യം ഇപ്പോൾ വൈഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പം ഇങ്ങനെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഹെക്റ്റിക് ആയിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, നമ്മുടെ ജീവിതം ഏത് വഴിയിലേക്ക് തിരിച്ചുവിടും എന്നുള്ള കാര്യത്തിൽ. താങ്കൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും താങ്കളുടെ മനസ്സിൽ പ്രത്യേക ഐഡിയ ഉണ്ടായിരുന്നോ? ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഒരു എഡ്യൂക്കേറ്റഡ് ഗേൾ, അണ്ടർസ്റ്റാൻഡിങ് ഗേൾ, ആൻഡ് ഒരു ഹാർഡ് വർക്കിംഗ് മനസ്സിലാക്കണം, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നെ പോലത്തെ ഒരു ഹാപ്പിയായ മനുഷ്യൻ നിങ്ങൾ കാണൂല. പറഞ്ഞല്ലോ ധാരാളം കുക്ക് ചെയ്തു നമ്മുടെ മറ്റേ സൈഡിന് വേണ്ടിയിട്ട്. ഈ ലോകം മുഴുവൻ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഏത് രാജ്യത്തെ ഫുഡാണ് ഏറ്റവും നല്ലത് കഴിക്കാൻ? തായ്ലാൻഡ്. വീട്ടിൽ പാചകം ട്രൈ ചെയ്ത് നോക്കാം. എന്നും ചെയ്യും ഞാൻ. എവറി ഡേ ഐ ഡു, ഈവനിങ് ഐ ഡു. നമ്മുടെ സാമ്പാർ എനിക്കറിയാം, പക്ഷെ അത്ര ഇൻട്രസ്റ്റ് കുറവാണ്. ഞാൻ മെയിൻലി ട്രൈ ചെയ്യുന്ന ഫിഷിലാണ്. മലബാർ ഫിഷ് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ഇവിടുത്തെ ഫിഷ് ട്രൈ ചെയ്യും, ഇവിടുത്തെ പുളിയിട്ട് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പൊ റീസെന്റ് ഞാൻ ട്രൈ ചെയ്താൽ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ അധികം ഇട്ടിട്ട്, അപ്പം ആ മല്ലിന്റെ അത് കുറച്ച് തള്ളി നിൽക്കണം മുമ്പിൽ. അപ്പൊ അങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്തിട്ട് സക്സസ്ഫുൾ ഇൻ ബ്രിങ്ങിങ് ടു കോലഞ്ചേരിയിൽ ആ ഏരിയയിലൊക്കെ ഫിഷ് ഉണ്ടാവില്ലേ. ഇത് കേട്ടിട്ട് മനസ്സിലാകുന്നു ഇനി അടുത്ത മിക്കവാറും ഇങ്ങനെ മസാല അതിന്റെയൊക്കെ ആയിരിക്കും പുതിയ. അച്ചാർ ബ്രാൻഡൊക്കെ ഉണ്ടാക്കി ഒരു 18-20 ടൈപ്സ് ഓഫ് പിക്കിൾസ് ഐ മേക്ക്. യു കൻ ആസ്ക് മീ പിക്കിൾ. 10-18 ടൈപ്പ് ഞാൻ പിക്കിൾ ഉണ്ടാക്കും. സ്റ്റാർട്ടിംഗ് ഫ്രം ഫിഷ്, ബീഫ്, നാരങ്ങ, മാങ്ങ, ഐ മേക്ക് പിക്കിൾസ്, ക്യാരറ്റ്. You can ask me how to do that. ഭയങ്കര ഒരു വെറൈറ്റി ആണ് കുക്കിങ്ങിന്റെ കാര്യത്തിൽ. നല്ല മറ്റേ ഷെഫിന്റെ തൊപ്പിയൊക്കെ വെച്ച് നമുക്ക് ചിന്തിച്ചു. ഇപ്പൊ നമ്മുടെ ഇപ്പൊ അമേരിക്കയിലാണ് പലർക്കും നമ്മുടെ ഇന്ത്യൻ പേരുകൾ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ സഞ്ജിത്ത് എന്താണ് അവരുടെ ചുരുക്കി പേര് എന്താണ്? ഒന്നും മാറ്റിയിട്ടില്ല. അല്ല അവര് സഞ്ജിത്ത് മുഴുവൻ പറയാൻ പറ്റും. വിളിക്കണം, അങ്ങനെ വിളിക്കും. അങ്ങനെ ഒന്നും മാറ്റിയിട്ടില്ല, പേര് മാറ്റിയിട്ടില്ല, ഒന്നും മാറ്റിയിട്ടില്ല. ഈവൻ വെൻ ഐ സ്പീക്ക് ഇറ്റ്സ് നോവെയർ നിയർ അമേരിക്കൻ ഇംഗ്ലീഷ്. ഇറ്റ്സ് എ റെഗുലർ ടിപ്പിക്കൽ നമ്മളെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഇവിടുത്തെ ഇറ്റ്സ് നോവെയർ നിയർ ദ അമേരിക്കൻ തിങ്. 1, 2 പേരൊന്നും മാറ്റിയിട്ടില്ല. കുട്ടികളുടെ പേര് ജൂലി, റോസി, നോ, ജാനകി. ലൈക്ക് ഐ എം ട്രൈങ് ടു റീറ്റെയിൻ വാട്ട് എവർ ഐ ഹാവ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. റിറ്റൻഷൻ ഇസ് വെരി ഡിഫിക്കൽട്ട്. അവിടെ പോയിട്ട് ആ കൾച്ചറിൽ മെർജ് ആവാൻ എത്ര എളുപ്പം, പക്ഷെ ആ റിറ്റൻഷൻ ഇല്ലേ ഡിഫിക്കൽട്ടാണ്. ആക്സെപ്റ്റൻസ് പ്രോബ്ലം വരും. അപ്പോൾ പ്രോബ്ലം ഉണ്ടാവും, പക്ഷേ അവർ സ്കിൽ സെറ്റ്സ് ആർ അവർ enthusiasm, അവർ സ്കിൽ സെറ്റ്, അവർ ഹാർഡ് വർക്കിംഗ് കപ്പാസിറ്റി ഇസ് മോർ ദാൻ ദെയർ അക്സെപ്റ്റൻസ്. അവർ അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും. If you are more smarter, if you are more hardworking, if you are more than what they are, they have to take it. If they don't take it, എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ we'll try our best, but എന്താ ചെയ്യാൻ പറ്റും? ഏതായാലും ഇനിയൊരു, അതായത് ഇപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്ന ഭൂമി ഇത്ര കാലത്തേക്ക് ഉണ്ടാവും നമുക്കറിയില്ല. അടുത്തൊരു ഭൂമിയും ആകാശമൊക്കെ സൃഷ്ടിക്കുന്ന സമയത്ത് അന്ന് നമ്മളൊക്കെ ജീവിക്കാൻ സാധിച്ചത് നമുക്കന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ദിനത്തെ 24 മണിക്കൂർ ആക്കരുത്, ഒരു ഡേ 24 മണിക്കൂറാണ്, 48 മണിക്കൂറാണ് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല സഞ്ജിത്ത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത്. സ്വപ്നം കാണുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യം പറഞ്ഞു.
ഉറക്കത്തിലല്ല ശരിക്കും സ്വപ്നം കാണുക, ഉണർന്നിരുന്ന് വേണം സ്വപ്നം കാണാൻ. മാത്രമല്ല ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഇദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതായത് ഹാർഡ് വർക്ക് വേണം, റിസ്കിനെ ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കൂറ്റം വേണം, നല്ലതിനെ തിരിച്ചറിയാനുള്ള ഒരു കണ്ണ് വേണം, അല്ലെ, തുറന്നു വയ്ക്കണം. അത് നന്മയുടെ നേരെ കണ്ണ് തുറന്നു വയ്ക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇവിടുന്ന് പോയിട്ടും മനസ്സിലെപ്പോഴും കേരളത്തെയും ഇന്ത്യയും സൂക്ഷിക്കുന്ന കേരളത്തിന്റെ വ്യക്തിത്വം, സ്വന്തം വ്യക്തിത്വം കളഞ്ഞു കളയാണ്ട് ലോകം മുഴുവൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. കേരളത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ, കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയും മൈക്രോ ഫിനാൻസിങ് തുടങ്ങിയ ചെറുകിട ആൾക്കാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, താങ്കളുടെ സ്വപ്നത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാകാൻ ഞങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം.